നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കിഴക്കേക്കലയുടെ KSEB ഓഫീസിലാണ്. പലരും സോഷ്യൽ മീഡിയയിൽ ഇരുന്നുണ്ട് KSEB ഫോൺ എടുക്കുന്നില്ല, KSEBയിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന്. ഇപ്പോൾ അത് നമുക്ക് നേരിട്ട് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. കണ്ടോ, 2 ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ ഫോൺ എടുക്കുന്നുണ്ട്. ഫോൺ വിളിക്കുമ്പോൾ എൻഗേജ്ഡ് പറയുന്നത് കൊണ്ടാണ് നിങ്ങൾ കിട്ടുന്നില്ല എന്ന് ആളുകൾ പറയുന്നത്. ഇപ്പം നമുക്ക് കാണാം. അല്ല, അവിടെ മരം പറ്റി മാറ്റുന്ന സപ്ലൈ വരുത്തില്ല. അതൊന്ന് ഓഫ് ചെയ്തേക്കുക. ഓഫീസ് വിളിച്ചേക്കുന്നത്. ഹലോ, KSEB. ഹലോ, ഇവിടെ ഇപ്പോൾ 3 ഫോണുകളാണ് പ്രവർത്തിക്കുന്നത്. 2 ലാൻഡ് ഫോൺ, 1 മൊബൈൽ ഫോണുകളുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇപ്പം നമുക്ക് കാണാം, 2 ഉദ്യോഗസ്ഥരാണ് ഈ ഫോണുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രദേശവാസികൾ, അതായത് പ്രത്യേകിച്ച് കിഴക്കേക്കലിലെ ഗ്രാമപ്രദേശവാസികളൊക്കെ സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് KSEBയിൽ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല എന്നാണ്. പക്ഷേ അങ്ങനെയല്ല, KSEB വിളിച്ചാൽ ഫോൺ എടുക്കുന്നുണ്ട്. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഫോൺ എൻഗേജ്ഡ് ആയിരിക്കും. നിങ്ങൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഫോൺ കിട്ടുന്നതായി നമുക്ക് ഫോൺ കിട്ടും. ഇപ്പോൾ നമുക്ക് കാണാം, 2 ഉദ്യോഗസ്ഥർ 3 ഫോണുകളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 1 മൊബൈൽ ഫോണും 2 ലാൻഡ് ഫോൺ നമ്പരും ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അത് കൃത്യമായി തന്നെ അവരത് ഫോൺ കണക്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കേരള പ്രൈം ടുഡേയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സിലായോ സാറ്? ലൈൻ ചെക്ക് ചെയ്തിട്ട് ചെയ്യാം സാറ്. ലൈൻ ചെക്ക് ചെയ്യാതെ ചെയ്യാൻ പറ്റും സാറേ. അവൾ സബ് എഞ്ചിനീയറും ഓവർസീറും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പൊ സാറിന്റെ വീട്ടിൽ സാറ് ഒരു ലൈനായപ്പോ സാറിന്റെ വീട്ടിൽ സിംഗിൾ കംപ്ലൈന്റ് ആയിരിക്കും. ഇപ്പൊ മാക്സിമം 11 kV സാറ് പല വീടുകളിലും മരുന്നുകളും കാര്യങ്ങളും എല്ലാം ഇരിപ്പുണ്ട്. അപ്പൊ മാക്സിമം 11 kVയും ട്രാൻസ്ഫോമറൊക്കെ ചാർജ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ സാറിന്റെ നമുക്ക് കാണാം, മറ്റുദ്യോഗസ്ഥർ മൊത്തം 2 AE അടക്കം മറ്റുദ്യോഗസ്ഥരെല്ലാം തന്നെ ഫീൽഡിലാണ്. അവരെല്ലാം കറണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരും KSEB ഉദ്യോഗസ്ഥർ അവർ കഴിഞ്ഞ 48 മണിക്കൂറായി വീടുകളിൽ പോലും പോകാതെ കിഴക്കേക്കളുടെ KSEB ഉദ്യോഗസ്ഥർ നമുക്ക് പ്രദേശവാസികൾക്ക്, പ്രത്യേകിച്ച് കിഴക്കേക്കളുടെ സെക്ഷൻ്റെ കീഴിലുള്ള പ്രദേശങ്ങളെല്ലാം കറണ്ട് നൽകുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടാതെ കിഴക്കേക്കളുടെ വിവിധ മേഖലകളിൽ കഴിഞ്ഞ രാത്രി ഉണ്ടായ കാറ്റിൽ മരങ്ങൾ പിഴുതു വീഴുകയും ഇലക്ട്രിക് പോസ്റ്റുകൾ തകരുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് അതായത് മരങ്ങളെല്ലാം നീക്കം ചെയ്ത് അവിടെ നിന്ന് കറണ്ട് ചാർജ് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ KSEB നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ തന്നെ കാണാം, ഫോൺ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ, KSEB. വരും വേണം അവിടെ. കറക്റ്റ് എവിടെയായിട്ടാ? ആ റോഡ് സൈഡ് തന്നെയാണോ? കാരണം അല്ലെങ്കിൽ അംഗനവാടിയുടെ താഴോട്ടാണെങ്കിൽ ഇന്ന് സപ്ലൈ കാണത്തത് നാളെ കാണത്തുള്ളൂ. മെയിൻ റോഡാണെങ്കിൽ ഇന്ന് സപ്ലൈ വരും. അതിന് നിന്ന് വരുന്നത്. ഹലോ, KSEB. പറഞ്ഞോളൂ മേഡം. ഏത് കോട്ടപ്പുറമാണ്? കൺട്രോൾ കോട്ടപ്പുറമാണോ അതോ എവിടെ സാറേ? സാറേ ഫോൺ അടുപ്പിച്ച് പിടിക്കാവോ? വരും അവിടെ വരും. സപ്ലൈ വരച്ച് ലേറ്റ് ആവുന്നേ ഉള്ളൂ. ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക, കുറേ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം 60-70% ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണ്. 70% പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തും ചാർജ് ചെയ്ത് വരികയാണ് കറണ്ട്. അപ്പോൾ കല്ലട സെക്ഷൻ്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ കല്ലട സെക്ഷന് കീഴിൽ വരുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക. KSEB അവരുടെ മാക്സിമം പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ വഴി കാണുന്നത് ഇവർ ഫോൺ എടുക്കുന്നതാണ്. എന്നാൽ ഇവിടെ എല്ലാ ഫോണുകളും, ഇവിടെ വരുന്ന ഫോണുകളെല്ലാം എടുത്ത് അവർ കൃത്യമായി മറുപടി പറയുന്നുണ്ട്. ഉടൻ തന്നെ എല്ലാ പ്രദേശങ്ങളിലും കറണ്ട് ലഭ്യമാക്കും എന്ന് തന്നെയാണ് KSEB ഉദ്യോഗസ്ഥർ പറയുന്നത്.